ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 എന്ന സ്വപ്ന നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് UDF കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ ചേരുന്നു. ഇപ്പോൾ എത്ര കണ്ടാണ് ഈ സമയത്തുള്ള UDFന്റെ ആത്മവിശ്വാസം, കോൺഗ്രസിന്റെ ആത്മവിശ്വാസം? UDFന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ട അന്ന് മുതൽ കഴിഞ്ഞ ഒരു കൊല്ലമായി മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ് കോൺഗ്രസിലും UDFലും. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി എന്ന ഒരു ഫീലിംഗ് ഉണ്ടായ സമയം മുതൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ്. അല്ല, ഈ LDFനെ അപേക്ഷിച്ച് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വൈകിയാണല്ലോ ഇറങ്ങിയത്. അത് ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്തതിനും ആശയക്കുഴപ്പം ഉണ്ടായതിനും എല്ലാം കാരണം ഇലക്ഷന്റെ വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മാറി. മാധ്യമങ്ങളെയും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ടർ പട്ടികയല്ലേ ഇറങ്ങിയത്. അത് തന്നെയാണ് വൈകാൻ കാരണം. സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറങ്ങിയത്. പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കിടിപ്പ് വളരെ വർദ്ധിച്ചു. ആകെ ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ ജയിച്ചത്, ആലപ്പുഴ. അവിടെ വേണുഗോപാൽ വരുമോ ഇല്ലയോ അതായിരുന്നല്ലോ സംശയം. എല്ലാ സംശയവും മാറ്റി വേണുഗോപാൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ കണ്ട ആ ഒരു കാഴ്ച അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് അണികൾക്കും മാർക്സിസ്റ്റുകാർക്കും അങ്കലാപ്പ് കൂടി. ഇപ്പോൾ CAA വിഷയത്തിൽ ബഹുജന റാലി സംഘടിപ്പിക്കുകയാണ് CPM മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ. അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? CAAയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ നുണപ്രചരണയാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒളിച്ചു കളിക്കുന്നു, രാഹുൽ ഗാന്ധി സംസാരിച്ചു, കോൺഗ്രസ് പ്രതികരിച്ചു അല്ല എന്ന് ചോദിച്ചു. ഈ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും CAAയുടെ കാര്യത്തിൽ എന്താ ചെയ്തത്? CAAയുടെ ബില്ല് വന്ന അന്ന് പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായിട്ട് ആ ബില്ലിന്റെ അവതരണത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് ശശി തരൂർ, ശ്രീ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ. ഞാനിവിടെ എറണാകുളത്ത് വയ്ക്കുന്നതുകൊണ്ട് പറയാം, മുഴുവൻ കോൺഗ്രസ് MPമാരും വളരെ ശക്തമായിട്ടാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആരാ ഉള്ളത്? അപ്പോൾ അവിടെ നടത്തിയ പോരാട്ടം, അതിനുശേഷം പുറത്ത് നടത്തിയ പോരാട്ടം, ഇന്ത്യ ഒട്ടാകെ CAAയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ ഒട്ടുക്കില്ലല്ലോ. ആകെ ഉള്ളത് കേരളത്തിലല്ലേ? കേരളത്തിൽ അവരെന്താ ചെയ്തത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ രണ്ട് കാര്യം പറഞ്ഞു. അവകാശവാദം, ഞങ്ങൾ CAAയ്ക്കെതിരായി കേസ് കൊടുത്തു. ആ കേസ് നിലനിൽക്കില്ല. ശുദ്ധമായിട്ടുള്ള ജനങ്ങളെ അതായത് CAA നിയമം കൊണ്ടുവന്നതിനെതിരെ കേരളത്തിൽ കേസ് കൊടുത്തത് കേരള ഗവൺമെന്റ്. കേസ് കൊടുത്തത് എന്തിനാ? ആർട്ടിക്കിൾ 131, വക്കീൽ ഇവിടെ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 131 അനുസരിച്ചാണ് ഈ സുപ്രീം കോടതി കേസ് കൊടുത്തു എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 131 എന്താണ്? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. ഇപ്പോൾ നമ്മള് മുല്ലപ്പെരിയാർ, അതുപോലെ തന്നെ ഈ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്, കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിനാണ് ആർട്ടിക്കിൾ. CAA ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്, അത് മറ്റേ മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്, മതമാനദണ്ഡമാക്കിയുള്ള ഒരു ബില്ലാണ് ഈ വന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മതത്തെ അല്ല പൗരത്വത്തിന് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം കൊടുത്ത കേസ് ഞങ്ങൾ ആലോചിച്ചിട്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു, രമേശ് ചെന്നിത്തല കൊടുത്ത കേസ്, ഇത് രണ്ടും ഇതൊരു പ്രധാന കാര്യമാണ്. മൗലികാവകാശത്തെ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ നിയമം റദ്ദാക്കണമെന്നുള്ള അതാണ് അതിന്റെ പ്രധാന പോയിന്റ്. അല്ലാതെ പിണറായി വിജയന്റെ പേരിൽ ഞാൻ ഇന്നലെ KPCCയുടെ ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചു, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കൊടുത്തതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനാണല്ലോ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ സ്റ്റാറ്റസ് ഉണ്ട്. പിണറായി വിജയന്റെ പേരിൽ ഈ ആർട്ടിക്കിൾ 13(1) അല്ലെ, മൗലികാവകാശ ലംഘനം, മൗലികാവകാശ ലംഘനത്തിന്റെ കാര്യത്തിൽ ഒരു കേസ് കൊടുക്കില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രീതി. മുഖ്യമന്ത്രി കേസ് നേരിട്ട് കൊടുത്തിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രി കേസിട്ട് വരണ്ടല്ല, ഇത് മെയിൻറ്റൈനബിൾ അല്ലല്ലോ ഈ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം. ഈ പ്രശ്നത്തിലല്ലല്ലോ. ഈ പ്രശ്നം എന്ന് പറയുന്നത് മൗലികാവകാശ ലംഘനമല്ലേ. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഇവിടെ എന്ത് തർക്കമിരിക്കുന്നു? ഒരു നിയമത്തിന്റെ പേരിൽ തർക്കിക്കാൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും സാധിക്കില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല. ഇതുപോലെ മുഖ്യമന്ത്രിക്ക് ഒരു അജ്ഞത ഈ ഫെഡറൽ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ അടുത്ത കാലത്തല്ലേ IPC മാറ്റം വരുത്തിയത്, ഭാരതീയ ന്യായ സംഹിത.
അതിനകത്തുള്ള പല വകുപ്പുകളിലും പല സ്റ്റേറ്റുകൾക്കും വിയോജിപ്പുണ്ട്, നമുക്കുമുണ്ട്. പക്ഷെ നമുക്ക് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ IPC ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല? അപ്പോൾ അവിടെ പാസ്സാക്കിയ ഈ പൗരത്വ ഭേദഗതി ബിൽ അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിനും ബാധകമാണ്. മുഖ്യമന്ത്രി ഇവിടെ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാവും. പക്ഷെ കേരളത്തിൽ അതിന് പ്രസക്തിയില്ലെന്നുള്ളത് വേറൊരു കാര്യം. ഇവിടെ എവിടെയാ ഈ 75 കൊല്ലം മുമ്പ് പാകിസ്ഥാൻ, എന്താണ് അഫ്ഗാനിസ്ഥാൻ, ഇവിടെ നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെ ഇപ്പോഴാരെങ്കിലും ഉണ്ടോ? ഇത് പ്രസക്തമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി വെറുതെ കയ്യടി കിട്ടാൻ മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണ് നട്ടുകൊണ്ട് നടത്തുന്ന ഇതൊന്നും അർത്ഥശൂന്യമാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്. ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞേ തീരൂ. അതായത് എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് 2019 വന്നതിൽ 2020 നടന്ന പ്രക്ഷോഭങ്ങൾ 700-790 കേസുകളുണ്ട്. ആ കേസുകളിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗുരുതരമായ സ്വഭാവമുള്ളത് ഒഴിച്ചെല്ലാം പിൻവലിച്ചിട്ടില്ല. ചിലതിന് NOC കൊടുത്തു. പല കേസുകളും ലക്ഷക്കണക്കിന് രൂപ പിഴ ഒടുക്കി കേസ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? എന്നിട്ട് ഗുരുതരമായ വകുപ്പുകളുള്ള കേസ് ഞങ്ങൾ വരുത്തി. ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്ത ഒരു കേസാണ് കേരള നിയമസഭയിലെ ആക്രമണ കേസ്, അല്ലേ? ആ കേസ് പിൻവലിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു, പ്രമുഖ അഭിഭാഷകരെ വെച്ചു, ലക്ഷക്കണക്കിന് പണം മുടക്കി. പക്ഷേ കേസ് തോറ്റുപോയി. അവരാണ് പറയുന്നത് ഈ പൗരത്വ നിയമത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഘോരം പ്രതിഷേധിക്കുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിനെതിരായി പ്രകടനം നടത്തിയവരുടെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ എന്തിന് വിമുഖത കാണിക്കുന്നു? അപ്പൊ ഇവിടെ മോഡിയും പിണറായിയും ഒരുപോലെ. മോഡി നിയമം കൊണ്ടുവന്നു, ആ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരെ പിണറായി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇത് തമ്മിലെന്ത് വ്യത്യാസം? ഒരാത്മാർത്ഥതയുമില്ലാതെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CAA കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിലൂടെ ബോധ്യമായി. CPM-ന്റെ ബഹുജന റാലിയെ പ്രതിരോധിക്കുന്നത്. ബഹുജന റാലി ആര് പ്രതിരോധിക്കണം? ബഹുജന റാലി ആർക്കെതിരായിട്ടാ? ബഹുജന റാലി നിങ്ങൾ കേരള ഗവൺമെന്റോ ഞങ്ങൾ എത്ര ശക്തമായ റാലി ബഹുജന റാലി നടത്തിയ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഇപ്പോഴും കേസ് പിൻവലിക്കാത്ത ആൾ. മാർക്സിസ്റ്റ് പാർട്ടി ബഹുജന റാലി നടത്തിയാൽ ആരും കേസെടുക്കൂലല്ലോ, ആരും ശിക്ഷിക്കൂലല്ലോ. പിന്നെ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ, പ്രതിഷേധിച്ചോട്ടെ. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ബഹുജന റാലിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.